ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു കോളേജിൽ, അത് ലോ കോളേജിൽ ഇത്രയും 25-ൽ പരം ഇൻ്റർനാഷണൽ ലോ എക്സ്പേർട്സാണ് വരുന്നത്. ഈ കോൺഫറൻസ് ഇത് തിരുവനന്തപുരത്ത് വെച്ച് അന്താരാഷ്ട്ര തലത്തിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ലോ അക്കാഡമി ഒരു വേദി ഒരുക്കുന്നത്. സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 2 വരെ ലോ അക്കാദമി ലോ കോളേജും വിദേശ യൂണിവേഴ്സിറ്റികളും ചേർന്ന് ഒരു അന്താരാഷ്ട്ര കോൺക്ലേവ് സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ലോ കോളേജിലെ പ്രതിനിധികൾ തന്നെ സംസാരിക്കും. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു കോളേജിൽ, അത് ലോ കോളേജിൽ ഇത്രയും 25-ൽ പരം ഇൻ്റർനാഷണൽ ലോ എക്സ്പേർട്സാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു നമ്മുടെ കേരള ലോ അക്കാഡമിയുടെ നേതൃത്വത്തിൽ നമ്മുടെ കേരള ലോ അക്കാഡമിയുടെ കൾച്ചറൽ സെൻറ്ററിൽ വെച്ചിട്ടാണ് ഇവൻ്റ് നടക്കുന്നത്. ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു കോൺഫറൻസ് ഒരു കോളേജോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ലോ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നടത്തില്ല. അത്രയും വലിയൊരു കോൺക്ലേവാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ 25ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, ഒരു അന്തർദേശീയ പ്രതിനിധികളാണ് വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഇത് നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ നേരിടുന്ന ഒരുപാട് വെല്ലുവിളിയെക്കുറിച്ച് പ്രത്യേകിച്ച് ക്ലൈമറ്റിക് കണ്ടീഷൻ, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അത് ചർച്ച ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ലോ അക്കാഡമിയുടെ ഫാക്കൽറ്റി കൂടെ ആയിട്ടുള്ള സുബിൻ സാർ പറയും. അന്താരാഷ്ട്ര സെമിനാറാണ് ലോ അക്കാഡമിയിൽ വെച്ച് നടക്കുന്നത്. ഐക്യരാഷ്ട്ര സഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ വെളിച്ചത്തിൽ പരിസ്ഥിതിയും കാലാവസ്ഥയും മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളും എങ്ങനെ മെച്ചപ്പെട്ടുകൊണ്ട് സുസ്ഥിര വികസനം നടപ്പിലാക്കാമെന്നുള്ള വിഷയത്തിലാണ് കോൺഫറൻസ് നടക്കുന്നത്. കോൺഫറൻസിൽ നമ്മൾ ജർമ്മനി, ഇറ്റലി, പാരീസ്, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. അവിടെയുള്ള യൂണിവേഴ്സിറ്റികളുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് ലോ അക്കാഡമി ഇപ്പോൾ ഇങ്ങനെ ഒരു കോൺഫറൻസ് നടത്തുന്നത്. ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഒരു നിയമ കലാലയം, ഒരു ലോ കോളേജ് ഇത്തരത്തിലൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. അത് വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. കാരണം പരിസ്ഥിതി സംബന്ധമായ പ്രശ്നങ്ങൾ മനുഷ്യനിപ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. ഉദാഹരണം, മനുഷ്യനും വന്യമൃഗങ്ങളുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കോൺഫറൻസ് ഇത് തിരുവനന്തപുരത്ത് വെച്ച് അന്താരാഷ്ട്ര തലത്തിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ലോ അക്കാഡമി ഒരു വേദി ഒരുക്കുന്നത്. അപ്പോൾ മലയാളികളും ഇന്ത്യയിലുള്ള ഈ വിഷയത്തിൽ താല്പര്യരായിട്ടുള്ള എല്ലാവരും ഈ കോൺഫറൻസിൽ പങ്കെടുക്കണമെന്നാണ് ലോ അക്കാഡമിയുടെ ഭാഗത്തു നിന്ന് പറയുവാനുള്ളത്. ഈയിടെയായിട്ട് വളരെ വിവാദമായിട്ടുള്ളൊരു വിധിയെന്ന് വന്നിട്ടുണ്ട്. നമുക്കിപ്പം ആക്രമിക്കാൻ വരുന്ന കാട്ടുപന്നിയെ നമുക്ക് കൊല്ലാമെന്ന്. കാരണം അത് തന്നെ എത്രയോ വർഷത്തെ ഇതുപോലുള്ള കോൺഫറൻസുകളും കോൺക്ലേവുകളും നടന്ന് അതിൽ നിന്ന് വന്ന നിയമ വിദഗ്ധരുടെ അഭിപ്രായങ്ങളെല്ലാം മാനിച്ചുകൊണ്ടാണ് ഇതുപോലൊരു തീരുമാനം വന്നത്. മുമ്പാണെങ്കിൽ നമ്മൾ ആക്രമിക്കാൻ വന്ന ഒരു കാട്ടുപന്നിയെ തിരിച്ചാക്രമിച്ചാൽ നമ്മൾ ജയിലിൻ്റെ അകത്ത് പോയി കിടക്കും. പക്ഷേ ഇപ്പോൾ ആ നിയമത്തിലൊക്കെ ഭേദഗതി വരാൻ കാരണം തന്നെ ഇതുപോലുള്ള കോൺഫറൻസുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇത് നിയമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാവരുടെയും ഒരു ആവശ്യകതകളും. കാരണം എപ്പോഴും നമ്മളുടെ നിയമം തന്നെ പറയുന്നത് ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് എൻ എക്സ്ക്യൂസ് എന്നാണ്. അപ്പം എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം. നിങ്ങളെല്ലാവരും ഈ ഒരു കോൺഫറൻസിൽ താല്പര്യമുള്ളവരൊക്കെ പങ്കെടുക്കണമെന്നാണ് നമ്മുടെ ലോ അക്കാഡമിയുടെ സൈഡിൽ നിന്നുള്ളൊരു ആഗ്രഹം. അപ്പം എല്ലാവരും ഇത് പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 4 ദിവസത്തെ കോൺക്ലേവാണ് സംഘടിപ്പിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരും ഈ കോൺക്ലേവിൽ ഒത്തുചേരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കോൺക്ലേവിൽ പങ്കെടുക്കുക. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.